ഹായ് സുഹൃത്തുക്കളെ, ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഈ കുരുമുളക് നമ്മൾ നട്ട പൈപ്പലാണ് പടർത്താൻ ഉദ്ദേശിക്കുന്നത്. പൈപ്പലൊക്കെ പടർത്താനുള്ള രീതികളാണ്. അപ്പം ഈ തൈക്കുരുമുളക് ഇതിപ്പോൾ വേര് പിടിച്ച് കിളിച്ചു. അപ്പോൾ ഇതിന് വളമിടുന്ന രീതികൾ, അതുപോലെ തന്നെ കുറ്റിക്കുരുമുളകുണ്ട്. ഈ കുറ്റിക്കുരുമുളകിനുമൊക്കെ വളമിടുന്ന രീതികളാണ് ഇപ്പം ഞാൻ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. അതുപോലെ പ്രിയപ്പെട്ടവരെ, കുരുമുളക് നമുക്കറിയാം, ഇപ്പം നല്ല വിലയാണ് കുരുമുളകിന്. അപ്പോൾ നമുക്ക് വള്ളിക്കുരുമുളകായിട്ടോ കുറ്റിക്കുരുമുളകായിട്ടോ ഒന്നോ രണ്ടോ മൂട് നമുക്ക് നട്ടുപിടിപ്പിച്ചാൽ വളരെ ലളിതമായ മാർഗ്ഗത്തിലൂടെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായുള്ള കുരുമുളക് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ട സുഗന്ധവ്യഞ്ജന വിളകളിലൊന്നാണ് കുരുമുളക്. ഉദരരോഗങ്ങൾ മാറാൻ, കഫരോഗങ്ങൾ ശമിക്കാൻ, ഇതിനൊക്കെ കുരുമുളക് അത്യാവശ്യമാണ്. ഭക്ഷണത്തിന് സ്വാദ് കൂട്ടാനും അതുപോലെ തന്നെ അതിൻ്റെ ചില വിഷഘടകങ്ങളെ ഇല്ലാതാക്കുന്നതിനുമൊക്കെ കുരുമുളക് നമുക്ക് അത്യാവശ്യമാണ്. അപ്പം കുറ്റിക്കുരുമുളക് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് വള്ളിക്കുരുമുളകാണ്. വള്ളിക്കുരുമുളക് സ്ഥലസൗകര്യമില്ലാത്തവർക്ക് ചെറിയ രീതിയിൽ നമുക്ക് ചാക്കിലോ അതുപോലെ ഡ്രമ്മിലോ ഒക്കെ ഇതുപോലെ ചെറിയ പൈപ്പ്, നമ്മുടെ അത്രയും ഹൈറ്റ് ഇല്ലാത്ത പൈപ്പ് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ, അതിൽ പടർത്തിയാണെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാൻ പ്രയാസമൊന്നുമില്ല. ഉണക്ക് സമയങ്ങളിൽ അല്പം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ കുറച്ച് വളവും ഇട്ട് കൊടുത്താൽ മതി. എന്താണ് വളം എന്നുള്ളതൊക്കെ ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കൃഷി സംബന്ധമായ അറിവുകൾ ഇഷ്ടമെങ്കിൽ, അതുപോലെ തന്നെ ഇത് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, സമാന ചിന്താഗതി ഉള്ളവർക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ദയവായി ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ എൻ്റെ വീഡിയോ കാണുകയും വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകുകയൊക്കെ ചെയ്യുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുന്നുണ്ട്. തുടർന്നും എല്ലാവരുടെയും സഹായം ഉണ്ടാകണം. അപ്പോൾ ഈ മുളകിന് വളമിടുന്ന രീതിയാണ് ഇന്ന് ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മളൊരു കാരണവശാലും പ്ലാസ്റ്റിക് വള്ളികൾ ഈ മുളക് കെട്ടാനായിട്ട്, തണ്ട് കെട്ടാനായിട്ട് പ്ലാസ്റ്റിക് വള്ളികൾ നമ്മൾ ഉപയോഗിക്കരുത്. കാരണം പ്ലാസ്റ്റിക് വള്ളികൾ ഉപയോഗിച്ചാൽ ഈ മുളക് കൂടി വളരും തോറും ഇതിൻ്റെ തണ്ട് കനം കൂടും. അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ, പ്ലാസ്റ്റിക് വള്ളി ആവുന്നുണ്ടെങ്കിൽ ഈ തണ്ട് മുറിഞ്ഞു പോകാൻ അല്ലെങ്കിൽ കേടുവരാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ ഇഴക്കയർ നമുക്ക് ചകിരിയാണ്, അത് കുറേ കഴിഞ്ഞ് അങ്ങ് പോകും. അപ്പോൾ വള്ളിയാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ വേറൊരു കണ്ടി പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇതിൻ്റെ ഈ അട്ടക്കാൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ കാലുണ്ട്, ആ കാലിതെ പിടിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടെ ഇതിന് കെട്ട് കൊടുക്കണം. അതായത് ഇടക്കയറോ വള്ളിയോ വാഴവള്ളിയോ ഉപയോഗിച്ച് നമ്മൾ കെട്ട് കൊടുക്കണം. അതായത് അഴുകി പോകുന്ന എന്തെങ്കിലുമായിട്ട് ഉപയോഗിച്ച് കെട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ മുളക് പൊടിയുടെ വള്ളി വണ്ണിക്കുന്നുടനെ അതിന് കുഴപ്പമൊന്നും ഉണ്ടാവാതിരിക്കും. പിന്നെ മുളക് പൊടിക്ക് പറയത്തക്ക കീടബാധകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ നമ്മൾ ഉണ്ടാവുകയാണെങ്കിൽ കഞ്ഞിവെള്ളം നേർപ്പിച്ച കഞ്ഞിവെള്ളം തളിച്ചു കൊടുത്താൽ മതി. പിന്നെ ഉണക്ക് സമയങ്ങളിൽ അല്പം വെള്ളം തളിച്ചു കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ മരത്തിൻ്റെ ചുവട്ടിലാണ് നമ്മൾ മുളക് പൊടി ഇടുന്നത്. കാരണം ആ വൃക്ഷത്തിൻ്റെ തണൽ അതിന് കിട്ടും. ഇതിപ്പോൾ PVC പൈപ്പാണ്, അതുകൊണ്ട് തന്നെ ഇതിന് തണൽ കിട്ടത്തില്ല. അതുകൊണ്ട് നല്ല കഠിനമായ ഉണക്കാകുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇലകളിലും ചുവട്ടിലും അല്പം വെള്ളം തളിച്ചു കൊടുക്കണം. അങ്ങനെ തളിക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ മുളക് നമുക്കിതിൽ നിന്നും പറിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മുളക് നമുക്ക് ഉൽപ്പാദിപ്പിക്കാമെന്ന് മാത്രമല്ല, ചിലപ്പോൾ നല്ല രീതിയിൽ പരിചരിക്കാമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പൈസയും അതിനകത്ത് നിന്ന് കിട്ടും. കാരണം കുരുമുളക് ഇന്ന് വളരെയധികം പ്രചാരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ആവശ്യമുള്ള ഒരു വസ്തുവാണ്. പലർക്കും ഇത് നട്ടുപിടിപ്പിക്കാനുള്ള അറിവില്ല, അതിനുള്ള താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇത് ചെയ്യാത്തത്. പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കുരുമുളകിന് വേണ്ടിയിട്ടാണെങ്കിൽ നാടൻ ഇനങ്ങളായ കരിയിലാഞ്ചി, അരിമുളക് ഒക്കെ നട്ടുപിടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് വ്യവസായാടിസ്ഥാനത്തിൽ ധാരാളം നൽകുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പന്നിയൂർ മണ്ണ് അതുപോലുള്ള തോനെ മുളക് ഉണ്ടാകുന്ന സംഗതികളാണ് വെച്ച് പിടിപ്പിക്കേണ്ടത്. അപ്പം ഈ പന്നിയൂർ മണ്ണിനൊക്കെ രോഗകീടബാധകൾ കൂടുതലായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ നാടൻ ഇനങ്ങളായ കരിയിലാഞ്ചിക്കൊന്നും രോഗകീടബാധകൾ ഉണ്ടാകത്തില്ല. അതിനെല്ലാത്തിനെയും അതിജീവിക്കാനുള്ള കരുത്തുണ്ട്. അതിന് പ്രത്യേകിച്ച് വളവും ചെയ്യേണ്ട കാര്യമില്ല. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമുക്കിനിയും ഇത് നമ്മൾ പിടിച്ച് കെട്ടി. ഇനി നമുക്കിതിന് എന്തൊക്കെയാണ് വളം ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പം കുറ്റിക്കുരുമുളകിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് താങ്ങുകാലൊന്നും വേണ്ട. ഇത് തന്നെത്താനങ്ങ് ഇങ്ങനെ ഇത്ര നിൽക്കത്തുള്ളൂ. ഇത് ഇഷ്ടം പോലെ മുളവും കിട്ടും. നമുക്കിനി വളമിടാം.
നമ്മൾ ഏതൊരു കൃഷിക്ക് വളമിട്ടാലും മണ്ണ് ഇളക്കിയിട്ട് വളമിടണം. അതിന് ശേഷം ഈ മണ്ണ് ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. അതിൻ്റെ കാടുമൊക്കെ ഒന്ന് പോയി മണ്ണുമായിട്ട് ഈ വളം ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുക. എങ്കിലേ ആ വളം ലയിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ വളം പെട്ടെന്ന് ലയിച്ച് ചേർത്തില്ല. ഇപ്പോൾ നമ്മൾ മുളകിന് വളമിട്ടു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ കുറ്റിക്കുരുമുളകിനാണെങ്കിൽ ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ വളമിട്ട് കൊടുക്കണം. അത് പ്രധാനമായിട്ട് എല്ലുപൊടി ഇടാം, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു കാരണവശാലും രാസവളം കുറ്റിക്കുരുമുളക് ഇടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പെട്ടെന്ന് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വള്ളിക്കുരുമുളക് ഇത് കിളിച്ച് നല്ല പടർപ്പാവുന്നിടം വരെ മാസത്തിൽ ഒരു തവണ വീതം വളമിട്ട് കൊടുക്കണം. നല്ല പടർപ്പായി കായ്ഫലമായതിനു ശേഷം വർഷത്തിൽ 2 പ്രാവശ്യം വളമിട്ടാൽ മതി. ആ 2 പ്രാവശ്യം എന്ന് പറയുമ്പോൾ കാലവർഷത്തിൻ്റെ ആരംഭത്തോടും തുലാവർഷത്തിൻ്റെ ആരംഭത്തോടും കൂടി 2 തവണ വളമിടണം. അപ്പം ഇഷ്ടംപോലെ മുളക് നമുക്ക് പറിക്കാം. ഇതിന് ശേഷമുള്ള മേപ്പോട്ട് വരുന്ന വള്ളികൾ നമ്മൾ അത് മുറിച്ച് കളയണം. അങ്ങനെ ആവുന്ന ഇഷ്ടം പോലെ നമുക്ക് മുളകുണ്ടാകാം. ഇത് PVC പൈപ്പിൽ നിർത്തിയിരിക്കുന്ന ഒരു മുളക് പൊടിയാണ്. ഇത് നാടൻ അരിമുളകാണ്. അപ്പോൾ ഇത് കണ്ട ഒരാൾ ഹൈറ്റേ ഉള്ളൂ. ഇതേപോലെ നമുക്ക് പടർത്താം. ഇപ്പോൾ ഇതേപോലെ ഒരു മൂട് മുളക് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള മുളക് ഇഷ്ടം പോലെ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കും. എന്ന് നിങ്ങൾക്ക് കാണാം, നിറയെ തിരി വീണ് മുളക് പിടിച്ചിട്ടുണ്ട്. ഇത് ഒരു 2 മാസം കൂടെ കഴിയുന്നുണ്ടെങ്കിൽ ഈ മുളക് ശരിക്കും പറിക്കാറാവും. അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മുളക് ഇപ്പം ഞാൻ ഇതിൽ നിന്നാണ് പറിച്ചെടുക്കുന്നത്. അപ്പം ഇത്തരത്തിൽ ഒരു മുളക് കൂടി നട്ടുപിടിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ വീട്ടിലേക്കുള്ള മുളക് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരെല്ലാം ഇതൊന്ന് ശ്രമിക്കുക. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പം ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള മുളകാണെങ്കിൽ നമ്മുടെ നാടൻ ഇനങ്ങളായ കരിയിലാഞ്ചി, അരിമുളക്, ഇങ്ങനെയൊക്കെയുള്ള ഇനങ്ങളാണ് ഏറ്റവും നല്ലത്. അപ്പം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇത്തരത്തിലൊരു മുളക് പൊടി ഉണ്ടാക്കിയെടുക്കുവാനുള്ള മനസ്സ് വരട്ടെ എന്നും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കട്ടെ എന്നും ഞാൻ ആത്മാർത്ഥം ആഗ്രഹിക്കുന്നു. അപ്പം ഇതുവരെ ഈ വീഡിയോയെ സംബന്ധിച്ച വിവരങ്ങൾ കേട്ട എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നന്ദി, നമസ്കാരം.